സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 3 മരണം. എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെ പടർന്ന മഞ്ഞപ്പിത്തം ബാധിച്ച് 2 പേരാണ് മരിച്ചത്. അതേസമയം മലപ്പുറത്തും പോത്തുകാൽ കോടാലിപ്പൊയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീറും ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേർന്നുണ്ട്. സുധീഷ്, വളരെയധികം ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു കാലാവസ്ഥ ഇത്തരത്തിൽ നിൽക്കുന്നത് അത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൃത്യമായ രീതിയിലൊരു പ്രതിരോധ സംവിധാനങ്ങളൊന്നും നടക്കുന്നില്ല. അത് തന്നെയല്ലേ ഇത്തരത്തിൽ കൂടുതൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്? ഏറ്റവും പ്രധാനം മഞ്ഞപ്പിത്തബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിരോധത്തിലൂടെ അത് വ്യാപനം തടയുക എന്നത് തന്നെയാണ്. അവിടെയാണ് പ്രധാന പാളിച്ച ഉണ്ടായത്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാവുന്നത് ഈ രോഗം പടരാൻ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വേങ്ങൂർ പഞ്ചായത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആശങ്കപ്പെടത്തക്ക രീതിയിൽ രോഗം പടരുന്നത്. അവിടെ രോഗം പടരാൻ കാരണമായത് ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളമാണ് എന്നതാണ്. ശുദ്ധമല്ലാത്ത മാലിന്യം കലർന്ന കുടിവെള്ളം വിതരണം ചെയ്ത് അത് കുടിച്ചതിലൂടെയാണ് വേങ്ങൂർ പഞ്ചായത്തിൽ രോഗബാധ ഉണ്ടാകുന്നത്. 3 വർഷത്തിന് ശേഷം കഴിഞ്ഞ ഏപ്രിൽ 17-നാണ് അവിടെ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിയും വരെയും ഇതിനോടൊരു മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇതിനെ വലിയ കാര്യമായി എടുക്കാതെ പോവുകയും അപ്പോഴേക്കും രോഗവ്യാപനം വേഗത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് കൂട്ടത്തോടെ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരാതിരുന്നതോടെയാണ് സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിലും ജനപ്രതിനിധികൾക്കിടയിലും ഒക്കെ ഒരു അന്വേഷണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർഡ് മെമ്പറെ വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും അവിടെ ഒരു കുടുംബത്തിലെ 4 പേർക്ക് രോഗം വന്നിരുന്നു എന്ന് ആ വാർഡ് മെമ്പർ പോലും അറിഞ്ഞില്ല. ആശാപ്രവർത്തകരോ ആരും എന്നോട് പറഞ്ഞില്ല എന്നതാണ് ആ വാർഡ് മെമ്പറുടെ വാക്കുകളിലുള്ളത്. ഈ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നതിലും ഇല്ലെങ്കിൽ ഈ രോഗം ബാധിച്ചവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിലും എല്ലാം വലിയ പാളിച്ച ഉണ്ടാകുന്നു. ഇത് ജല അതോറിറ്റിയുടെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ അലംഭാവം കൊണ്ടാണ് ഇത്തരത്തിൽ രോഗം വന്നത് എന്ന് വ്യക്തമാകുമ്പോഴും അത്തരം കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നിരവധി പേർ ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ചികിത്സ പാതി വഴിയിൽ ഉപേക്ഷിച്ചും മറ്റും വീട്ടിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. അവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനായി സൗജന്യ ചികിത്സ വേണമെങ്കിൽ മികച്ച രീതിയിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ഇതേ സാഹചര്യത്തിൽ 4 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അതിൽ അജിത എന്ന് പറഞ്ഞ യുവതിയൊക്കെ വളരെ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞു പോവുകയാണ്. ഇത്തരം ആൾക്കാർക്ക് മികച്ച ചികിത്സ ചികിത്സ ഏത് രീതിയിൽ പോകുന്നു എന്ന് അന്വേഷിക്കാൻ പോലും ആരോഗ്യമന്ത്രിയെ ബന്ധപ്പെട്ടവരോ തയ്യാറാവാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇവരെല്ലാം തന്നെ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ഈ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയിലെ സർക്കാർ സംവിധാനത്തിന്റെ തന്നെ വീഴ്ചയാണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഈ മഞ്ഞപ്പിത്തബാധ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് സജീവൻ എന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി, അത് സമീപ പഞ്ചായത്തിലെയാണ്, ഈ പഞ്ചായത്തിൽ ജോലിക്കും ബന്ധുക്കളെ കാണാനായും മറ്റും വന്ന് രോഗം പിടിപെട്ടയാളാണ്. അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ജോളി രാജു എന്ന 51 വയസ്സുകാരിയും മരണപ്പെടുന്നത്. ഈ അവസ്ഥ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥ വരുമ്പോഴും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഇല്ലെ മൊത്തത്തിൽ സർക്കാർ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനത്തിനോ ഒന്നും നടപടി ഉണ്ടാകുന്നില്ല. സമീപ പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അവിടെ വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോഴും മറ്റും കുപ്പി ഗ്ലാസുകളും ഇല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസുകളും മറ്റും ഒഴിവാക്കി ഡിസ്പോസബിൾ ഗ്ലാസുകൾ ഉപയോഗിക്കണമെന്നും മറ്റും പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അറിയിപ്പ് എല്ലാം കൊടുത്തിരുന്നു. ആരോഗ്യവകുപ്പ് പ്രവർത്തകരും മറ്റും ഇടപെട്ട് അത്തരത്തിൽ നോട്ടീസുകൾ കൊടുക്കുകയും മുന്നറിയിപ്പുകൾ നൽകുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ പോലും അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം അവിടെ നിലനിൽപ്പില്ല. ഇല്ലെങ്കിൽ അങ്ങനെ നടപ്പാക്കുന്നില്ല എന്നതും വലിയൊരു വീഴ്ചയായി തന്നെ കാണേണ്ടി വരും. ചില അനൗൺസ്മെന്റുകളും മറ്റും നടക്കുന്നു. ചില രോഗം വന്നവരുടെ വീട്ടിൽ ഇതുവരെ ആരോഗ്യ പ്രവർത്തകർ എത്തിയിട്ടില്ല എന്ന് അവർ പരാതി പറയുന്നു. അവിടെ തന്നെ നളൻ എന്ന ഒരു ഗൃഹനാഥൻ, അദ്ദേഹത്തിനും 2 മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ രോഗം വന്നു. നളൻ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മറ്റുള്ളവർക്കെല്ലാം രോഗം വന്നതോടെ എല്ലാവർക്കൂടുള്ള ചികിത്സാ തുകയൊന്നും താങ്ങാനാവാതെ വന്നതോടെ മടങ്ങിയെത്തുന്നു. അന്നേരവും ബിലുറിമിന്റെ 16-ന് മേലിലായി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. ഭാര്യയ്ക്കും അതുപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ 2 കണ്ണുകളും മഞ്ഞ കളർ കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നളന്റെ ഭാര്യയും മറ്റും നിൽക്കുന്നത്. എന്നാൽ അവർക്ക് ആശുപത്രിയിൽ ചികിത്സ തേടാനുള്ള സാഹചര്യവുമില്ല. ചിലർ ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന 150-ലധികമായി അവിടെ നിന്നുള്ള മഞ്ഞപ്പിത്ത ഹെപ്പറ്റൈറ്റിസ് എ ആണ് അതിന്റെ രോഗം ബാധിച്ചവരുടെ എണ്ണം. എന്നാൽ ഇതിലും കൂടുതലാണ് യഥാർത്ഥ എണ്ണം എന്നതാണ് നമുക്ക് നാട്ടുകാരിൽ അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുണ്ട്. അതുപോലെ തന്നെ പച്ചമരുന്നും ആയുർവേദ മരുന്നും
ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ നടത്തുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും എണ്ണം കൃത്യമായി ഈ ഔദ്യോഗിക കണക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ അതിഭീകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതെന്ന ഗൗരവത്തോടെ ഇതിനെ പ്രതിരോധിക്കാൻ ഒറ്റക്കെട്ടായി ഇറങ്ങിയില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വിഷ്ണു. യെസ്, സുധീഷ് വ്യക്തമാണ്. സോണൽ കൂടി മലപ്പുറത്ത് നിന്ന് ചേർന്നുണ്ട്. ഒരുപക്ഷെ കൊച്ചിയിൽ എന്നതുപോലെ തന്നെ അതിരൂക്ഷമായൊരു ആശങ്ക തന്നെയാണ് മലപ്പുറത്തും ഉള്ളതെന്നാണ് നമ്മൾ കരുതേണ്ടത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കാത്തത് തന്നെയല്ലേ കൂടുതൽ സങ്കീർണമായ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് വിഷയത്തെ മാറ്റുന്നത്? അതെ വിഷ്ണു, അങ്ങനെ തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം മലപ്പുറത്തെ സംബന്ധിച്ച് നമുക്കറിയാം 5 മാസത്തിനിടെ 7ാമത്തെ മരണമാണ് മലപ്പുറം ജില്ലയിൽ മാത്രം സംഭവിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെടുന്ന മഞ്ഞപ്പിത്തം മൂലം മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴത്തെ വീണ്ടും മലപ്പുറം പോത്തുകൽ കോടാലിപ്പൊയിൽ സ്വദേശിയായിട്ടുള്ള ഇത്തിക്കൽ സക്കീറാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ മഞ്ഞപ്പിത്തം ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക കരളിനെയാണ്. ഇതിനു മുൻപ് നടന്ന മരണങ്ങളും ഇത്തരത്തിൽ സംഭവിച്ചതാണ്. ശസ്ത്രക്രിയക്കിടെ അല്ലെങ്കിൽ കരൾ മാറ്റ ശസ്ത്രക്രിയക്കിടെ അല്ലെങ്കിൽ ആ തീയതി നിശ്ചയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് മരണപ്പെടുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പോത്തുങ്കൽ സ്വദേശിയായിട്ടുള്ള സക്കീർ കൂടി മരണപ്പെടുന്ന ഒരു സാഹചര്യം. ഇയാൾ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആണ് ചികിത്സ തേടിയിരുന്നത്. അവിടെ വെച്ച് തന്നെയാണ് മരണവും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക ജനങ്ങളിലുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ടെങ്കിലും അത് വ്യവസ്ഥാപിതമായിട്ട് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സുരക്ഷയൊരുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് നോക്കി കാണേണ്ടതാണ് വിഷ്ണു.